ഓഗസ്റ്റ് 4-ന് വരാപ്പുഴ അതിരൂപതയിലെ സെന്റ് സെബാസ്റ്റ്യൻ മാടവന ദേവാലയത്തിൽ വെച്ച് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം, തിരുവോസ്തി മാംസത്തിന്റെ രൂപത്തിലായി മാറിയ അത്ഭുതം ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെല്ലാം വളരെ ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. ഇന്ന് ഗുഡ്നസ് ടിവിയോടൊപ്പം നമ്മളോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നത് അതിദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച മകളാണ്. മകളും ആ മകളുടെ കുടുംബവും എല്ലാം ഇന്ന് നമ്മളോടൊപ്പം ഈ നിമിഷം ചേരുകയാണ്. ഒന്ന് പേരൊന്ന് പറയും. എൻ്റെ പേര് ആഗ്ന. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. CKCH സ്കൂൾ പൊന്നുരിഞ്ഞിലാണ് പഠിക്കുന്നത്. ജെയിംസ് ഓട്ടോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ജിനിത. ഞാൻ കുഫോസിലെ സെക്യൂരിറ്റി സ്റ്റാഫ്. നിങ്ങൾ 3 മക്കളാണ് അല്ലേ? അവർക്ക് ഞാൻ ആൽബിൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മകനാണ്. ഇത് ചേട്ടന്റെ മകൾ. എൻ്റെ പേര് ആൻഡ്രിയ. ഞാൻ 7th സെന്റ് തെരേസാസ് എറണാകുളത്ത് പഠിക്കും. എന്റെ ചേട്ടനുണ്ട്, ആശീർ എന്ന പേര്. ചേട്ടന്റെ മകളാണ്. ചേട്ടന്റെ മകൾ. ഇന്ന് കേരളം മുഴുവൻ അല്ലെ ഈ ലോകം മുഴുവൻ രാവിലെ മുതലൊക്കെ ഞങ്ങളുടെ ഓഫീസിലേക്ക് കോളുകളായിരുന്നു. ലോകത്തിന്റെ പല അമേരിക്കയിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നെല്ലാം ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് പലവരും ഞങ്ങളെ പേഴ്സണലായിട്ടും അല്ലാണ്ടൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മോള് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ടായിരുന്നു നടന്നത് ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം. ആദ്യമായി ഇത് സംഭവിച്ചപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ആദ്യമായിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. എന്താണ് സംഭവം എന്ന് അറിയാതെ ഞാൻ ആകെ പേടിച്ചുപോയി. കൈയൊക്കെ നല്ല വിറക്കലായിരുന്നു. അത് ഇനി അതൊരു അച്ഛനും വിഷമിച്ച് എല്ലാവരും ഒരേപോലെ കരഞ്ഞിട്ടുണ്ടപ്പോൾ എനിക്കും ആകെ എന്തൊക്കെയോ പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. ടെൻഷനൊക്കെ പയ്യെ മാറി. ഇത് ആദ്യം കയ്യിലാണല്ലോ അല്ലേ? ആദ്യം ഞാൻ കയ്യിലാ സ്വീകരിച്ചത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വീകരിച്ച ഈശോ, അച്ഛൻ ഈശോന്റെ അപ്പം തിരുവോസ്തി കയ്യിൽ വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാൻ തിരുവോസ്തി കയ്യിൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓസ്തിന്ന് സെന്ററിന്ന് ബ്ലഡ് ഒഴുകി വന്ന് അപ്പുറത്തെ കയ്യിലോട്ട് ഒഴുകി വന്നു. അത്രയ്ക്കും ഒഴുകിയായിരുന്നു? കഴിഞ്ഞ ഒഴുകിയായിരുന്നു. അപ്പൊ ഇത് തിരുവോസ്തി സ്വീകരിക്കുന്നതിന് മുമ്പ് ഇത് പെട്ടെന്ന് കണ്ടു, അപ്പൊ തന്നെ വന്നു അല്ലേ? അപ്പൊ പേടിച്ചു. എന്തെങ്കിലും പ്രത്യേക അനുഭവം കയ്യിൽ എന്തെങ്കിലും വന്നായിരുന്നോ ആ സമയത്ത്? കൈ നല്ലപോലെ വിറച്ചല്ലാതെ വേറെ വേദനയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല? നമ്മളിത് സ്വീകരിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ പെട്ടെന്ന് ബ്ലഡ് കണ്ടത് അല്ലേ? അപ്പൊ മോൾ എന്ത് ചെയ്തു ആദ്യം? ഞാൻ അപ്പൊ തന്നെ അടുത്തിരിക്കുന്ന കൊച്ചിനെ കാണിച്ചു. അപ്പൊ അവള് പേടിച്ചു പോയപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വേഗം മിസ്സിനെ കാണിച്ചു. അപ്പൊ മിസ് വേഗം ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്, കാറ്റിസം ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മിസ്റ്റർ കാണിച്ചു. പിന്നെ ഹെഡ് മിസ്റ്റർ വേഗം അച്ഛനെ കാണിച്ചു. ആ സമയം കൊണ്ട് തന്നെ കാണിച്ചു അല്ലേ? അച്ഛൻ കൊടുത്ത് തിരിച്ചു വരുന്ന സമയം, ആ സമയത്താണ് ഇത് കാണിച്ചതല്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതത്തെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? കേട്ടിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ തിരുവോസ്തിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ തിരുവോസ്തി മാംസമാവുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് പെട്ടെന്ന് അത് ഉണ്ടായപ്പോ ഇങ്ങനെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണല്ലോ എൻ്റെ കയ്യിലും സംഭവിച്ചത് എന്ന് തോന്നി. അതിനുശേഷം പിന്നെ ദിവസം ഇപ്പോൾ ഒരാഴ്ച അതിന് ശേഷം പിന്നെ സംഭവിച്ചത് ജൂലൈ 28-നാണ് അല്ലേ? പിറ്റത്തെ ഞായറാഴ്ചയാണ്. അപ്പൊ അതുവരെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് കടന്നുപോയത്? ആവശ്യത്തിന് ഭക്തിയായിരുന്നു, ഒന്നും ഓവറായിട്ട് ഉണ്ടായില്ല. ആവശ്യത്തിന് പ്രാർത്ഥന എല്ലാം. ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മള് കുടുംബ പ്രാർത്ഥന ഉണ്ടാവും അല്ലേ? കുടുംബ പ്രാർത്ഥന അധികം ഉണ്ടായില്ല. ജപമാല സ്കൂളിൽ ചൊല്ലും. പിന്നെ അതുപോലെ തന്നെ സ്കൂളില് സംരക്ഷണ പ്രാർത്ഥനയൊക്കെ പറയുന്നത് ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ സ്കൂളില് മിസ്സുമാരാണെങ്കിലും വിളിച്ചിരുത്തി പ്രയർ റൂമിലൊക്കെ ഇരുത്തി പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കുവായിരുന്നു. ഇന്റർവെൽ ടൈമിലൊക്കെയാണോ? ഇന്റർവെൽ ടൈമിലൊക്കെ ചെല്ലാറുണ്ട്, പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ട് മിസ്സുമാര് വിളിച്ചിരുത്തി. പിന്നെ അവിടെ സംരക്ഷണ പ്രാർത്ഥന അത് എന്തിന്റെയാണ്? സംരക്ഷണ പ്രാർത്ഥന ഈവനിങ് ഒരു 4-3:30 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പോകുന്ന സമയത്ത് എന്നെ കൊണ്ടാണ് സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിപ്പിക്കാറ്. ഞാൻ 8ാം ക്ലാസ് മുതൽ ഞാൻ തന്നെ ചൊല്ലുന്നത്. ഡെയിലി ചെല്ലും? ഉച്ചയ്ക്കാണെങ്കിലും പ്രാർത്ഥന. ജപമാല എപ്പോഴാണ് ചെല്ലുന്നത് സ്കൂളില്? ജപമാല സ്കൂളില് അങ്ങനെ എക്സാക്ട് ടൈം ഒന്നുമില്ല. അല്ലാത്ത എല്ലാ ദിവസവും ജപമാല ചെല്ലും, അങ്ങനെയാണോ? ഇന്റർവെൽ ടൈമിൽ ചെന്ന എല്ലാ പിള്ളേരും ജപമാല ചൊല്ലായിരിക്കും. നമുക്കും ഇൻക്ലൂഡ് ആവാം അവിടെ ചെന്ന്. അപ്പൊ ചാപ്പലിലാണോ? പ്രയർ റൂം. അത് 28-ാം തീയതിയാണ് രണ്ടാമത് സംഭവിക്കുന്നത് അല്ലേ? അപ്പോ 28-ാം തീയതി രാവിലെ കുർബാനയ്ക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആളുകളൊക്കെ എന്തെങ്കിലും ചോദിച്ചിരുന്നു?
എല്ലാരും ചോദിച്ചു സംഭവിച്ചെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു ഇനി ഒരത്ഭുതം കൂടി നടക്കൂന്നാണ് പിതാവ് പറഞ്ഞതെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് സ്വീകരിക്കാൻ പോണ്ട 5 മിനിറ്റ് മുമ്പ് കയ്യിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ തരിപ്പ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായി. അത് കഴിഞ്ഞ് അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ സംഭവിക്കാൻ പോണ്ടെന്ന്. അപ്പൊ ഞാൻ ഇത്രയും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായി. അത് നാവിലാണോ സ്വീകരിച്ചത്? കയ്യില് സ്വീകരിച്ചിട്ട് അപ്പൊ തന്നെ നാവിലോട്ട് എടുത്ത് വെക്കുക ചെയ്തു. രണ്ടാമത്തെ വട്ടം. ആ അപ്പൊ അന്ന് കയ്യിൽ സ്വീകരിക്കുമ്പോ ഒന്നും സംഭവിച്ചിരുന്നില്ല? ഇല്ല ഇല്ല. നാവിൽ വെക്കുമ്പോഴാണ് സംഭവിച്ചത്. അപ്പൊ എന്തായി? ബ്ലഡ് ആയി മാറി. നാവില് വെച്ചപ്പോ ബ്ലഡ് അത് ആദ്യത്തെ പ്രാവശ്യം ബ്ലഡ് ഒഴുകി വന്നോണ്ട് ആ ഒഴുകി വന്ന ബ്ലഡ് എന്നെ കൊണ്ട് കൺസ്യൂം ചെയ്യിപ്പിച്ചു. അപ്പൊ എനിക്ക് ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടായി. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ എനിക്കത് മനസ്സിലായി. അപ്പൊ ഞാൻ വേഗം അടുത്തിരിക്കുന്ന കൊച്ചിനൊന്ന് ജസ്റ്റ് കാണിച്ചു. അപ്പൊ അവള് വേഗം ആ ബ്ലഡ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവളാണ് മിസ്സിനെ അപ്പൊ തന്നെ വിളിച്ചത്. ആദ്യം വന്ന ബ്ലഡ് അപ്പൊ തന്നെ കൺസ്യൂം ചെയ്തു അല്ലെ? അപ്പൊ തന്നെ കൺസ്യൂം ചെയ്തില്ല, കുർബാന കഴിഞ്ഞ് ആരാധന കഴിഞ്ഞു അതുവരെ ബ്ലഡ് അങ്ങനെ ഉണ്ടായിരുന്നു കയ്യിൽ. ഓക്കെ. അതിനുശേഷമാണ് പിന്നെ 2 പോൾസ് ആയിട്ടുണ്ടായി. 2 പോൾസ് ആയിട്ട് നിന്നിരുന്നു അല്ലെ? 2 കൈയിലേക്കും വന്നിരുന്നു. 2 കയ്യിലുണ്ടായി, പക്ഷെ ഈ കയ്യിലാണ് അത് നിന്നേച്ചത്. കൂടുതൽ നിന്നിരുന്നത് ഈ കയ്യിലാണല്ലേ? മറ്റൊരു കാര്യം ചെയ്യുകയെന്ന് വെച്ചാല് അതിനുശേഷം ഇപ്പൊ നാവില് വന്നപ്പോ ടേസ്റ്റ് വ്യത്യാസം വന്നു അല്ലെ? അങ്ങനെയാണ് അച്ഛനെ അറിയിച്ചത്. ആ സമയത്ത് നാവിൽ എന്തെങ്കിലും എന്തെങ്കിലും വന്നിരുന്നു? എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, എന്തൊക്കെയോ ആരൊക്കെയോ പറയണ പോലെയൊക്കെ ഫീൽ ചെയ്തു, പക്ഷെ അത് എന്താന്ന് മനസ്സിലായില്ല. എന്തോ ആരെന്തോ പറയുന്നത് പോലെ ഫീൽ പോലെ എന്താന്ന് മനസ്സിലായില്ല. ആ സമയത്ത് എന്താ അനുഭവം മനസ്സിലുണ്ടായിരുന്നത് രണ്ടാമതും കൂടി വന്നപ്പോ? ആ ടൈമില് ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുവായിരുന്നു. എനിക്കൊന്നും കൈയൊക്കെ നല്ല വിറച്ച്, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ പേടിയുള്ളതാ കൂടുതൽ. ഇതും കൂടി ആയപ്പോ നല്ല പേടിയായിപ്പോയി. അതിനുശേഷം ആ തിരുവോസ്തി എന്താ ചെയ്തത്? ആ രണ്ടാമത്തെ പ്രാവശ്യം അത് അച്ഛൻ പീലാസയില് വാങ്ങിച്ചിട്ട് ടെസ്റ്റിന് വിട്ടു. അവിടുന്ന് വിട്ടോന്നല്ലേ? ഇതിനുശേഷം എന്തായിരുന്നു? വീട്ടിൽ ചെന്നിട്ട് പാരന്റ്സ് ഒക്കെ എന്ത് പറഞ്ഞു? പ്രാർത്ഥിക്കാൻ പറഞ്ഞു നല്ലപോലെ. അതിനുശേഷം പ്രാർത്ഥന കൂടിയോ? കുറച്ചും കൂടി കൂടി. എങ്ങനെ പ്രാർത്ഥിച്ചത്? ഇപ്പൊ ഒരു ജപമാലയൊക്കെ ചൊല്ലുന്ന സമയത്ത് 4 എണ്ണമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് സ്കൂളിലൊരു സംഭവം ഉണ്ടായി. സ്കൂളില് വ്യാഴാഴ്ച അവധിയുള്ള ദിവസം എന്നോട് വന്നിട്ട് ചോദിച്ചൊന്ന് ജപമാല ചൊല്ലാവോന്ന് ചോദിച്ചു. അപ്പൊ സ്കൂളില് HM ടീനാമിസിന്റെ ഒപ്പം ഞങ്ങൾ പ്രേയർ റൂമിൽ ഇരുന്ന് ജപമാല ചൊല്ലി. ഒരു 4 എണ്ണം ചൊല്ലി. അത് കഴിഞ്ഞപ്പോ ഉച്ചയായപ്പോ പോകാം, ഫുഡ് കഴിച്ചിട്ട് പോവാന്നും പറഞ്ഞിട്ട് പ്രേയർ റൂം അടച്ച് ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഓഫീസ് റൂമിൽ ചെന്നിരുന്നു. അപ്പൊ തന്നെ മഴ നല്ലോണം തുടങ്ങി. അപ്പൊ മഴ ഒന്ന് ഇത്തിരി നിന്നിട്ട് പോവാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. ഇതിനപ്പൊ കയ്യില് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുക പൂത്ത് ഇങ്ങനെ വന്നു. അപ്പോഴേക്കും ഇങ്ങനെ തിണർത്ത് വന്നൊക്കെ പോലെ തോന്നിയപ്പോൾ ഞാൻ മിസ്സിനോട് പറഞ്ഞു. മിസ് പറഞ്ഞു എനിക്കും ആ ഒരു ഫീല് വന്നിട്ടുണ്ട്, നമുക്കെന്നാ പ്രേയർ റൂമിൽ പോവാന്ന് പറഞ്ഞു. കയ്യിൽ എന്ത് തോന്നുന്നു? ഇങ്ങനെ ഗൂസ് ബംസ് വരും. ഗൂസ് ബംസ് വന്നപ്പോൾ മിസ്സും പറഞ്ഞു എന്റെ കയ്യിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെയോ ഒരു സംഭവിക്കാൻ എന്നുവെച്ചാൽ അന്ന് എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പറഞ്ഞ് എന്റെ മൈൻഡ് തന്നെ പറഞ്ഞു. അപ്പം അത് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു. അപ്പം മിസ് പറഞ്ഞാൽ പ്രേയർ റൂമിൽ പോവാന്ന് പറഞ്ഞു. പ്രേയർ റൂം തുറന്ന് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ മാതാവിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകി വന്നത് കണ്ടു. അത് ആരെയും അങ്ങനെ അധികം അറിയിച്ചില്ല. പിന്നെ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ എല്ലാവരും അറിഞ്ഞു ഏകദേശം. ഈ ഒരു സംഭവം ഉണ്ടായ ശേഷമാണ് ആ മാതാവിന്റെ കണ്ണിൽ നിന്ന് രക്തം വന്നല്ലേ? അത് എത്ര നേരം നിന്നു അത് രക്തം? അത് ഇന്നലെ വരെ ഉണ്ടായി. ഇന്നത് തന്നെത്താനെ മാഞ്ഞു. മാതാവിന്റെ രൂപത്തിൽ നിന്ന് മാഞ്ഞു. അത് കോളേജിൽ സ്കൂളിൽ ആർക്കൊക്കെ അറിയായിരുന്നു മിസ്സിന്? സ്കൂളില് എല്ലാ മിസ്സുമാർക്കും അറിയായിരുന്നു. എല്ലാവരും കണ്ടായിരുന്നു. അന്ന് ഹെഡ് മിസ്റ്റേഴ്സും അവിടുത്തെ പ്യൂൺമാര് മാത്രം ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് അറിഞ്ഞപ്പോ അപ്പയും അമ്മയും അങ്കിളും ഒക്കെ വല്യപ്പിച്ചൊക്കെ കൂടി സ്കൂളിൽ വന്ന് കണ്ടു, രൂപം കണ്ടു. അതിനുശേഷം ഇപ്പൊ അത് മാഞ്ഞു പോയിന്നല്ലേ? അത് ഈ രണ്ടാമത് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതിന് ശേഷമുള്ള ദിവസമായിരുന്നു നടന്നിരുന്നത് അല്ലേ? അതിനുശേഷം ഈ ഇപ്പൊ മൂന്നാമതൊരു ദിവ്യകാരുണ്യ അത്ഭുതം നടക്കും എന്ന് തോന്നിയിരുന്നോ? എനിക്ക് കുർബാന ചെയ്യുന്ന 5 മിനിറ്റ് മുമ്പ് എനിക്ക് തോന്നി എന്തൊക്കെയോ ഇന്നും സംഭവിക്കാൻ പോണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴും പോലെ കൈ ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വന്ന് ആകെ ഇതായി. എനിക്ക് കൈ ജസ്റ്റ് ഒന്ന് വിറച്ചായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ അപ്പം തന്നെ ഇറക്കാനാ നോക്കി, ഇറക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ആ ഫ്ലേവർ പിന്നെയും എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ വേഗം അടുത്തിരിക്കുന്ന കൊച്ചിനെ ഇതുപോലെ തന്നെ കാണിച്ചു.
അപ്പം അവളാണ് ഈ പ്രാവശ്യം അവിടെ നിന്ന് വെച്ചൊരു ആൻറ്റീനെ വിളിച്ചത്, കാണിച്ചത്. അങ്ങനെ ആ തിരുവോസ്തിയാണ് നമ്മൾ ഓഗസ്റ്റ് 4-ാം തീയതി അല്ലെ, ഓഗസ്റ്റ് 4-ാം തീയതി ഇവിടെ പൊതുദർശനത്തിൽ വെക്കുകയും പിതാവ് വന്ന് 3 കൂടി കൊണ്ടുപോവുകയും ചെയ്തത് അല്ലെ. അതിനുശേഷം അന്നും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ടേസ്റ്റ് മാത്രമേ വന്നിരുന്നു അല്ലെ? എന്തെങ്കിലും നാവില് നമുക്ക് അങ്ങനെ ഒന്നും വന്നിരുന്നില്ല, വേദനയോ പെയിനോ ഒന്നും വന്നിരുന്നില്ല. ഈശോ ആ സമയത്ത് കൂടെ ഇപ്പൊ തിരുവോസ്തി രക്തമായി മാറുന്ന അല്ലെങ്കിൽ മാംസമായി മാറുന്ന ഒരു അത്ഭുതം നമ്മൾ പണ്ട് മുതലേ ഒരുപാട് കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ നമ്മൾ യൂറോപ്പിലും മറ്റെല്ലായിടത്തും ഇപ്പോഴും അതിന്റെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. കേരളത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, വിളക്കന്നൂർ ദേവാലയത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന്. സഭ അത് പഠിക്കുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ ഒരു ദേവാലയത്തിൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ എന്താണ് പറയുന്നത്? അതിന് ശേഷം നേരിട്ട് ഇപ്പൊ ഇടവക്കാരും അതൊക്കെ എന്താ പറയുന്നത്? എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ദൈവം ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് നടന്നപ്പം എല്ലാവരും ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവും കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ. അപ്പം അതുപോലെയൊക്കെ തന്നെ രണ്ടാമത് നടന്നപ്പം പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം അതത്രയ്ക്ക് ആരും അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല. സംശയത്തോടൊക്കെ കാണുന്നുണ്ടായിരുന്നു. സംശയത്തോടെ കണ്ടവര് കുറെ പേരുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ ഇത് സത്യമല്ല, ഇത് നിങ്ങൾ കള്ളത്തരല്ല കാണിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മോളോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കലോ വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു നടക്കാത്തൊരു സംഭവം എന്നോട് വന്നിട്ട് ചോദിക്കുകയൊക്കെ ഉണ്ടായി, ഇതെന്താ സംഭവം ഉണ്ടായെന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്ററിനെ കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഇടവചനങ്ങളെല്ലാം ആ ദിവസം അത് കണ്ടതാണല്ലോ അല്ലെ, തിരുവോസ്തി കണ്ടത്. അത്രയും മോള് മാത്രമല്ല, അല്ലെങ്കിൽ മോളുടെ കുടുംബം മാത്രമല്ല കണ്ടേക്കണത്. ഇത് ഒരു ദേവാലയത്തിൽ കുർബാന മധ്യേ പൊതുവേദിയിലാണ് ഈ കണ്ട ജനങ്ങൾ മൊത്തവും കണ്ടത്, ഒരു വിശ്വാസത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ 3 പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് ഇപ്പൊ പേഴ്സണലായിട്ടൊക്കെ കൊന്തയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ അനുഭവം ഫീൽ ചെയ്യുന്നത്? നമ്മളോട് ആരൊക്കെയോ പേടിക്കണ്ട അങ്ങനെ ഒരു ഇപ്പൊ കിടക്കുമ്പോഴാണെങ്കിലും എനിക്കൊരു ഫീല് തോന്നാറുണ്ട്, പേടിക്കണ്ടെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കേട്ടിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പേടിക്കണ്ടെന്നൊക്കെ അല്ലെ ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു. ഇപ്പൊ ജപമാല ചെല്ലാറുണ്ടോ? കൂടുതൽ ചെല്ലാറുണ്ടോ? സ്കൂളിലൊക്കെ വെച്ചിട്ട് ചൊല്ലാറുണ്ട്. ഇപ്പൊ ഇതിനുശേഷം സ്കൂളിലെ മിസ്സുമാരൊക്കെ എന്ത് പറഞ്ഞു? സ്കൂളിലെ മിസ്സുമാരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്ക്, പേടിക്കണ്ട. എനിക്ക് പേടി ഉള്ളത് കൊണ്ട് എല്ലാവരും എന്നോട് ആദ്യം തന്നെ പറയണ പേടിക്കണ്ട, ദൈവം ഒപ്പമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ, എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ തെരഞ്ഞെടുത്തു എന്ന് തോന്നിയോ? പക്ഷെ എനിക്ക് തോന്നിയത് ഫസ്റ്റത്തെ 2 പ്രാവശ്യവും എനിക്ക് ഇന്ന് തോന്നിയതാണിത്. ഫസ്റ്റത്തെ 2 പ്രാവശ്യവും സംഭവിച്ചപ്പം ആരെ അറിയിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഈ 2 പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് ഈ മാതാവിന്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വന്നത്. അത് എന്തുകൊണ്ടാ മറ്റുള്ളവരെ അറിയിച്ചില്ല, അവരാ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചതുപോലെ എനിക്ക് തോന്നി. എന്നാലും ഞാനത് ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് എനിക്കത് പിന്നെയും റിപ്പീറ്റേഷനായിട്ട് തോന്നി. ഇത് നടന്നു കഴിഞ്ഞ് ഇന്ന് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ആ മാതാവിന്റെ കണ്ണിൽ ആ ബ്ലഡും കാണാതായപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. എന്താ പറയാനെന്ന് അറിയത്തില്ല, വിശ്വാസത്തിന് അപ്പുറം ഉള്ളൊരു കാര്യമായിട്ട് തോന്നുന്നത്. കാരണം ഇത്രയൊന്നും എൻ്റെ ഈ 42 ഞാൻ ജീവിച്ചപ്പോൾ ഇത്ര വർഷത്തിനൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമുക്ക് സ്വന്തം ഒരു അനുഭവത്തിൽ വരുമെന്ന് ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മിക്കവാറും ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടാവും. അപ്പം ഞായറാഴ്ച കുർബാന ഇവിടുത്തെ പള്ളിയിൽ വരൽ കുറവാണ്. അപ്പം അന്ന് എനിക്ക് ഓഫ് വരാനും ഞാനന്ന് വരാനും പള്ളിയിൽ വരാനും പിന്നെ ഇവളിങ്ങനെ ഇതിൽ നിൽക്കണ കണ്ടപ്പോൾ അച്ഛനെ കാണിക്കണ കണ്ടപ്പോൾ ഞാൻ പുറകിലിരുന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് അവളെ കുർബാന സ്വീകരിക്കാത്തത് കൊണ്ട് ക്യാൻസർ വെച്ചപ്പോൾ അവളെ പിടിച്ച് നിർത്തിയേക്കുമെന്ന് വിചാരിച്ചപ്പോൾ ക്യാൻസർ കുർബാന സ്വീകരിപ്പിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛനത് പറയുമ്പോഴാണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാത്ത രീതിയിലുള്ള വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് നടന്നു നിൽക്കുന്നത് മനസ്സിലായി. പിന്നെ ഇതൊക്കെ അത്ഭുതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സമിതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മോളാണെങ്കിൽ ആദ്യത്തെ സംഭവത്തിന് ശേഷം വീട്ടിൽ വന്നിട്ട് അവള് കിടക്കാന്നിട്ട് പറയണത് എന്നോട് ആരോ ഒന്ന് പറയണം, പേടിക്കേണ്ട മോളെ എന്ന് പറയണമെന്ന് അങ്ങനെ പറയുമായിരുന്നു.
എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറയുമായിരുന്നു. അവളത് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവള് ഞങ്ങൾ പോലും അറിഞ്ഞില്ല അവള് പള്ളിയിൽ വന്നു. കാരണം അവള് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ഹസ്ബൻഡ് കൊണ്ടുപോയി പള്ളി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിട്ടതാണ് സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ അവൾ അവിടെ നിന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ടിട്ടാണ് അവൾ സ്കൂളിലോട്ട് പോയത്. അന്ന് അത്രയ്ക്ക് അവൾക്കുള്ളിൽ ഒരു പേടിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് പിന്നെ പ്രാവശ്യം കയ്യിൽ തന്നെയാണ് അവൾ 3 പ്രാവശ്യം സ്വീകരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നാവിൽ വെച്ചത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നാവിൽ വെച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അന്ന് പക്ഷെ ഞാൻ പള്ളിയിലില്ലായിരുന്നു. അതിന് ഹസ്ബൻഡ് വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. പക്ഷെ 3ാമത്തെ പ്രാവശ്യം ഞാൻ നാവില് മോക്കിങ്ങനെ ഇതുണ്ടാവുന്നത് ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. ഇതാണ് സ്വന്തം മകൾക്കാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പം അത് നേരിട്ട് കാണുന്ന ഒരു അമ്മ അത് നേരിട്ട് കണ്ടപ്പോഴുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? നമ്മളൊരിക്കലും ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാനൊരു 6 വർഷം ഞാൻ കാറ്ററിസം പഠിപ്പിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം അങ്ങനെ അല്ല ആകെ 10 വർഷം ഞാൻ കാറ്ററിസം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒരിക്കലും നമുക്ക് വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് നടക്കുമെന്നുള്ളത് എന്തോ അത്രക്ക് വിശ്വാസം പോരായിരുന്നു. ഉള്ള കാര്യമായിരുന്നു, അത്രക്ക് വിശ്വാസം പോരായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നു, നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ. അന്ന് പള്ളിയിലുണ്ടായിരുന്ന ആരും അതിലൊരു അവിശ്വാസമൊന്നും ആർക്കും തോന്നിയിട്ടില്ല. കാരണം അന്ന് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു എല്ലാവരും. അന്നല്ല ഇപ്പൊ ഇന്നലെ വരെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോ ആഗ്ന വീട്ടിൽ എങ്ങനെയായിരുന്നു പ്രാർത്ഥനയിലും വിശ്വാസത്തിലെല്ലാം? പ്രാർത്ഥന വിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ്. എന്നാലും ഇങ്ങനെ സാധാരണയിൽ കഴിഞ്ഞുള്ള ഒരു അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല. ആവശ്യത്തിന് പ്രാർത്ഥന എന്നുള്ള രീതിയിലുള്ളായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്ന് വെച്ചാല് ഞാൻ സെക്യൂരിറ്റിയാണ്. അപ്പൊ എനിക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടക്കാൻ നേരത്ത് അതിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എപ്പോഴും പ്രാർത്ഥനയും ചൊല്ലാനായിട്ട് വീട്ടിൽ പറ്റാറില്ല. പക്ഷെ അവൾ സ്കൂളിലാണെങ്കിൽ അവളെ തന്നെയാണ്, കാരണം മിസ്സുമാര് അവളെയാണ് കൊണ്ട് ചെല്ലിക്കാറുള്ളത്. നമുക്കറിയാം, കാരണം മിസ്സുമാർ നമ്മളോട് സംസാരിക്കാറുള്ളതാണ്, നമുക്കറിയാം. പിന്നെ വിശ്വാസമൊക്കെ ഉണ്ട്. എന്നാലും പറഞ്ഞ പോലെ തന്നെ ഒരു ഇതിൽ കവിഞ്ഞുള്ള ഒരു സാധാരണയിൽ കവിഞ്ഞുള്ള ഭക്തിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ സംഭവത്തിന് ശേഷം കുറച്ചും കൂടി ഇത് ഭക്തി കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഗ്നയിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ഈ ഒരു അത്ഭുതം നടന്നു മോളുടെ ജീവിതത്തിലൂടെ. അത് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ഇടവക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കെല്ലാം ഉള്ള ഒരു അടയാളമായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് ഈ ഇടവയ്ക്ക് മാത്രമല്ല, കേരളം മുഴുവൻ, ലോകം മുഴുവൻ ഉള്ളൊരു അടയാളമാണ് ഈ ഒരു ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാൻ. മോൾക്ക് എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അനുഭവിച്ച മോൾക്ക് എന്താണ് നമ്മുടെ ഈ ഒരു വിശ്വാസി സമൂഹത്തോട് പറയാനുള്ളത്? ഇത് കറക്റ്റായിട്ട് അത്ഭുതമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും എനിക്കും ഈ ഇടവകയിൽ എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ട് നല്ലപോലെ. അതുപോലെ തന്നെ അവിശ്വാസമായിട്ടുള്ള എല്ലാവർക്കും വിശ്വാസം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്ഥിരീകരിക്കുന്നത് സഭയുടെ പഠനപരമായ സ്ഥിരീകരണമാണ്. പക്ഷെ മോളുടെ കയ്യിലുള്ള തിരുവോസ്തി അപ്പമാവുന്ന അല്ലെങ്കിൽ മാംസമാവുന്നത് മോള് കണ്ടതാണ്. അതാണ് ഏറ്റവും വലിയൊരു മോളുടെ വന്നുള്ള സ്ഥിരീകരണം. അതാണ് വിശ്വാസത്തിന്റെ തലത്തിൽ, പഠനത്തിന്റെ തലത്തിലല്ല, മറ്റ് ഗവേഷണ തലത്തിലല്ല, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തലത്തിൽ കാണേണ്ട ഒരു അത്ഭുതം അത് തന്നെയാണ്. കാരണം അതിപ്പോൾ ഞങ്ങൾ നേരിട്ട് വന്ന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് മോളുടെ ഭാഗത്തുനിന്ന് നേരിട്ട് ഞങ്ങളെ അറിയുന്നതും അത് വിശ്വസിക്കുക എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അത് അവിശ്വാസം, ഇപ്പോൾ ദിവ്യാരണത്തിൽ വിശ്വാസം വളരട്ടെ എന്നാണ് മോള് അല്ലേ? ഒരുപാട് പേർക്ക് അവിശ്വാസമുണ്ട്, അവിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിൽ വരട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? ഓക്കെ. ഇനി പ്രാർത്ഥന ഇനിയും കൂട്ടോ? എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇനി ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാം, അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? പ്രാർത്ഥിക്കും. കുറെ പേര് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഇപ്പൊ ഇട ദിവസം ഖുർആനിക്ക് വരുന്നുണ്ടോ? ഇന്ന് വന്നില്ല, ഇന്ന് റെഡി ആയതായിരുന്നു, അപ്പൊ ലേറ്റ് ആയി പോയതുകൊണ്ട് വന്നില്ല. ഇട ദിവസം ഇനിയിപ്പോ കുർബാനകൾ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലല്ല അല്ലേ? ഇപ്പൊ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൽ പോകണം, അതിന്റെ തിരക്കുകളൊക്കെ ഉണ്ടാവും. എങ്കിലും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പള്ളി വരുമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്.
പ്രാർത്ഥന അല്ലേ? ഈശോട് പ്രത്യേകം ഞാൻ ഒന്നുകൂടി പേഴ്സണായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ ഈശോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവം തോന്നുന്നുണ്ടോ? ഈശോയെ നേരിട്ട് കണ്ട് ഈശോട് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ? എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ പേടിക്കണ്ട അങ്ങനെ കുറെ സൗണ്ടുകളൊക്കെ കേൾക്കാറുള്ള പോലെ തോന്നാറില്ല, കേൾക്കാറുണ്ട്. പക്ഷേ ഒന്ന് തിരിച്ച് ചോദിച്ചിട്ടുണ്ടോ മാതാവിൻ്റെ അടുത്ത്? എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ തിരിച്ച് ഈ കേൾക്കുമ്പോൾ? അതിന് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പോസ്റ്റ് സ്വീകരിച്ചപ്പോ എനിക്ക് മാത്രം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും നിയോഗം? അതെല്ലാവരും എന്നോട് പ്രാർത്ഥിക്കാൻ പറയാറുള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറയുന്നതായിട്ട്? എനിക്ക് ഓരോ പ്രാവശ്യം ഇതുപോലെ സംഭവിക്കുമ്പോ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്തായാലും മോൾക്ക് പറയുന്നത് ദൈവം, ഈശോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ മോളോട് സംസാരിക്കുന്നതിന് പ്രത്യുത്തരം കൊടുക്കാൻ മോൾക്ക് സാധിക്കട്ടെ, അല്ലെങ്കിൽ അതെന്താണെന്ന് പറയാനും മനസ്സിലാക്കാനുള്ള സാധിക്കട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു, ഭാഗ്യം തോന്നുന്നു നിങ്ങളോടൊപ്പം ഇങ്ങനെ ഇരുന്ന് ഈ ഒരു ഇത്ര നേരം ഒരു ഇൻ്റർവ്യൂ നടത്തുവാനും. ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഞങ്ങൾ ഈ ഒരു ദേവാലയത്തിൽ, മാടവന സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ എത്തുകയും ഈ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഇത് കണ്ടവരുമായി ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഒരുപക്ഷെ ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയാൻ ഞങ്ങൾ അങ്ങനെ ഇതാവുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ വെളിപ്പെടുത്തുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു പക്ഷേ ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു ആവണം, അല്ലെങ്കിൽ ഒരുപാട് പേര് അവിശ്വാസികളായിട്ടും ദിവ്യാരണത്തോടുള്ള ഭക്തിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നവർക്ക് ഈ കുടുംബത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അതൊരു വിശ്വാസതലത്തിലേക്ക് ഉയരണം എന്ന ഒരു ആവശ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കുടുംബം ഈ ഒരു വിഷയം, ഈ ഒരു കുട്ടിയുമായിട്ട് ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം ആയതും അവർക്ക് ലഭിച്ച ആ ദൈവിക അനുഭവം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ ഈശോയുടെ ആ അനുഭവം അത് ലോകത്തോട് പ്രഘോഷിക്കാൻ തയ്യാറായതും.